ഹോട്ടലിൽ തിരക്കായി പോയി. അത് എയർപോർട്ടിൽ വരാൻ പറ്റും. അതങ്ങനെയാണല്ലോ. ശരി. എടാ ചുപ്പ ഇത് കുറേ ഉണ്ടല്ലോ. നിന്നെ കൂടെ ഒറ്റയ്ക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം. വാ, ഇവനെ കണ്ടു നന്നായി. ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നു. അതെ. എൻ്റെ അമ്മേ, ഞാൻ പോകായിരുന്നു. എന്നെ കണ്ടതിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ലോ. എന്നെ കൊണ്ടാവൂല. കിടക്കാനും മുടിയില്ല, ഇരിക്കാനും മുടിയില്ല, നിൽക്കാനും മുടിയില്ല. 4000 ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ ഗൾഫിന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. ഇതിനേക്കാളും വലിയ നിന്റെ അച്ഛനല്ലേ അത്? നീ അല്ലേ ഇവിടെ കൊണ്ടാക്കി? വേറെ ആളെ നോക്കണം. ഞാൻ പോവാൻ 2 ആഴ്ചയിൽ 4ാമത്തെ ആളാ. കൊണ്ടാ ഡ്രൈവർ, ആ പെട്ടിയോട് എടുത്തോളൂ. നീ എന്താ പെട്ടെന്ന്? അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്താ വെച്ചത്? കൃഷി ഓഫീസിലേക്ക് കൊടുക്കാൻ ഫോം പോലും. അച്ഛ എഴുന്നെല്ലാം പുറത്താ പോകുന്നത്. അച്ഛൻ കണ്ണട മാറ്റം സമയമായിട്ടാ. കണ്ണട മാറ്റി ഒട്ടും കാണാൻ പറ്റൂല. അതല്ല, ഈ കണ്ണട മാറ്റിയിട്ട് പവറുള്ള കണ്ണട വെക്കണം. ഇനിയിപ്പോ നീയില്ലേ? ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകും. ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അച്ഛാ. കുറച്ച് ചൂടുവെള്ളം എടുത്ത. അച്ഛാ ഒന്നിക്കൊന്നേ. എന്താടാ ഇത്? Hello, Mr. Bhaskaran. I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. ഇതാ ഞാൻ പറഞ്ഞ പുതിയ ഹോം നേഴ്സ്. നീ എന്നാ പോന്നു പറഞ്ഞ? ഞാൻ നാളെ തന്നെ പോക്കോ. പോകുമ്പോ ഈ സാധനവും കൊണ്ടുപോകണം. Oh. അച്ഛാ അച്ഛാ കൂടെ നിൽക്കാനും നോക്കാനും പറ്റൂലെങ്കിൽ പറഞ്ഞാ മതി. കടമ കാണിക്കണ്ട. ഇനി ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ. അച്ഛാ അതിനൊരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി. അച്ഛൻ പറയുന്നത് മാത്രം കേൾക്കാനുള്ള ഒരാള്. എനിക്കങ്ങനെ ഒരുത്തിയുടെയും ഒരുത്തന്റെ ആവശ്യമില്ല. അന്നൊരു കുഞ്ഞായിട്ട് കണ്ടാൽ മതി. ആ ഇല്ല കുഞ്ഞിനെ ഞാൻ ബാധ്യത. അപ്പോഴാന്നൊരു യന്ത്ര കുഞ്ഞ്. മിക്സിയും വേണ്ട, ഗ്രൈൻഡറും വേണ്ട, ഫ്രിഡ്ജും വേണ്ട, ഫോണും വേണ്ട, ടിവിയും വേണ്ട, മനുഷ്യന്മാരും വേണ്ട, ഒരു റോബോട്ടും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അച്ഛാ? ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി. ഇനി നിനക്കുണ്ടാകാൻ പോകുന്നത് എങ്ങനെ തായിട്ടോന്ന് കണ്ടറിയാം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറ. നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നത്? നീ റഷ്യയിൽ പോയതും ഇവിടെ ഹോം നഴ്സിനെ നിർത്തിയൊക്കെ എന്നോട് ചോദിച്ചിട്ടാ? ഇല്ലല്ലോ. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? അത് അച്ഛൻ പറയണോ? അതിന്റെ കടമയല്ലേ? സ്നേഹം എന്ന് പറയുന്ന കടമയല്ല, അതൊരു അറിവാണ്. Copy that. അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളം, പ്രസംഗവും സിനിമ ഡയലോഗും. അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ?
ഞാൻ അച്ഛനെ ഒറ്റക്കാക്കി പോയതിനു ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല. പ്രസന്നേട്ടന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചാ എടുക്കണ. ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ? I will try to know. അപ്പൊ ഞാനല്ല പ്രശ്നം, എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലാതിയാണ്. ചികിത്സ അതിനാണ് വേണ്ടത്, അല്ലാതെ എനക്കല്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. രാവിലെ എന്റെ അച്ഛന്റെ ചായയും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വൈകിട്ടത്തെ ചായ ഇനി എന്താണ്? ഞാൻ പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ. പോയിട്ട് ജോലിയും രാജി വെച്ചിട്ട് വേഗം വാ. Good morning, Mr. Bhaskaran. Chaya. കുടിച്ചു വെച്ചാ ജപ്പാനിലെ ഉന്നത കുലജാതനാണ്. Mr. Subramanian, would you like to have some tea? Mr. Bhaskaran, Chaya. നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ടാന്ന്? പറഞ്ഞില്ല, മിണ്ടാതെ പോയി. അതിനർത്ഥം അതാണ്. Copy that. Chaya, എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്ന്. Sorry, wrong command. Chaya, പുഴുങ്ങാൻ പറ്റില്ല. എന്നാ നീ കുടിച്ചോ. ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല. ഇവനെ ഞാൻ കൊല്ലു കേട്ടോ. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ ആവില്ല. ചായ എന്ത് ചെയ്യണം? എന്റെ തലയെ കൂടെ ഒഴിക്കും. ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. നിർബന്ധിച്ചാൽ ചെയ്യും. എന്നാ നീ വിവരം അറിയും. വെരി ബാഡ്. ഇതായിരുന്നു ഓനുണ്ടാക്കിയ വേണ്ട. അത് എൻ്റെ റൂം, ഇത് സ്റ്റഡി റൂം, ഇത് പൂജ റൂം. ആരാണ് പൂജ? പൂജക്കുള്ള മുറി. ആരാണ് പൂജ? അണ്ട അതിന്റെ സൂക്കേട് വേറെ ആണ്.